ഹായ് ഓൾ, എല്ലാവർക്കും മൈൻഡ് ഓൺ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 25 ചോദ്യങ്ങളാണ്. ഇന്ത്യൻ റെയിൽവേ പറ്റിയിട്ടുള്ള 25 ചോദ്യങ്ങളാണ്. VU എക്സാമിനാണെങ്കിലും പ്യൂൺ അറ്റൻഡർ എക്സാമിനാണെങ്കിലും അതുപോലെ LDC യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗതാഗതത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അതൊന്നെങ്കിൽ റെയിൽവേ ആയിരിക്കാം, അല്ലെങ്കിൽ റോഡിൻ്റേതായിരിക്കാം, അല്ലെങ്കിൽ എയർവേ ആയിരിക്കാം. അപ്പം അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇന്ത്യൻ റെയിൽവേയെ പറ്റിയിട്ടുള്ള ചില പ്രധാന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഖൂമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇനി ഈ ഖും റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഡാർജിലിംഗിലാണ്. ഹിമാലയൻ റെയിൽവേയിൽ പെടുന്നതാണത്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അത് എത്ര ഉയരത്തിലാണ്? 2258 മീറ്റർ ഉയരത്തിലാണുള്ളത്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഡൽഹൌസി പ്രഭുവിനെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ശ്രീ ജോൺ മത്തായി ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് കൊല്ലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ പ്ലാറ്റ്ഫോം ഏതാണ്? കമൻറ്റ് ചെയ്യുക ആൻസർ. ഇന്ത്യൻ റെയിൽവേ നടപ്പാക്കുന്ന ജലവിതരണ പദ്ധതി അതാണ് റെയിൽ നീർ. ഇന്ത്യൻ റെയിൽവേ നടപ്പാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് റെയിൽ നീർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത ഒരു സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത സംസ്ഥാനമാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പേരാമ്പൂർ. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആരാണ്? ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയ് ആണ്. വേഗത കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ്. വേഗത കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ ട്രെയിനാണ് ശതാബ്ദി എക്സ്പ്രസ്. വേഗത കൂടിയ ആദ്യത്തെ ഇന്ത്യൻ ട്രെയിൻ ഏതാണ്? അതും നമ്പർ ഇട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? മൂന്നാമത്തെ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഖരഗ്പൂർ. രാജസ്ഥാനിൽ ഓടുന്ന ആഡംബര തീവണ്ടി ഏതാണ്? രാജസ്ഥാനിൽ ഓടുന്ന ആഡംബര തീവണ്ടിയാണ് പാലസ് ഓൺ വീൽ. ഇനി ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിയതിൽ ഏറ്റവും വേഗം ടാൽഗോ ട്രെയിനാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് ഏതിനാണ്? ഗതിമാൻ എക്സ്പ്രസ് ആണ്. നോക്കുക, അതിൻ്റെ സ്പീഡൊക്കെ നോക്കുക, ടാൽഗോയുടെ സ്പീഡും കമ്പയർ ചെയ്ത് നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയ വർഷം 1853 ഏപ്രിൽ 16 റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കപൂർത്തലയിലാണ് റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ആരുടെ പേരിലെ തീവണ്ടിയാണ് കവിഗുരു എക്സ്പ്രസ് എന്ന് പറയുന്നത് ടാഗോറിൻ്റെ പേരിലാണ്. ടാഗോറിൻ്റെ പേരിലെ തീവണ്ടിയാണ് കവിഗുരു എക്സ്പ്രസ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഭവൻ. ഇന്ത്യയിലെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിനലാണ് ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ. എയ്ഡ്സ് ബോധവൽക്കരണ തീവണ്ടി ഏതാണ്? എയ്ഡ്സ് ബോധവൽക്കരണ തീവണ്ടി റെഡ് റിബൺ എക്സ്പ്രസ്.
കൊങ്കൺ റെയിൽവേ കടന്നു പോകാത്തതും എന്നാൽ കൊങ്കൺ പദ്ധതിയുമായി ബന്ധമുള്ളതുമായ സംസ്ഥാനം. കൊങ്കൺ റെയിൽവേ കടന്നു പോകാത്തതും എന്നാൽ പദ്ധതിയുമായി ബന്ധമുള്ളതുമായ സംസ്ഥാനമാണ് കേരളം. വേഗത കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ്. ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കം കർബുദെ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ തുരങ്കം. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം എവിടെയാണ്? ചാണക്യപുരിയിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ മ്യൂസിയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടിയാണ് നവയുഗ് എക്സ്പ്രസ്. ലോകത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ് ഇന്ത്യൻ റെയിൽവേക്ക് ലോകത്തിൽ തന്നെ ഉള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ലിങ്ക് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിലത് പറയാത്തത്. അപ്പോൾ അതുകൂടി നിങ്ങൾ വാച്ച് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.